ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ വീഡിയോ 3 ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, അറിയാത്ത കാര്യങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ? അപ്പോൾ ഇതെല്ലാവർക്കും പരിചയമായി. അപ്പോൾ ആരാണ്? ജെറോമസ് ബ്രൂണർ. അപ്പോൾ ഹു ഇൻട്രൊഡ്യൂസ്ഡ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ? ജെറോമസ് ബ്രൂണർ. ഓക്കെ. തൊണ്ടേക്കിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആരാണ് തൊണ്ടേക്ക്? അമേരിക്കൻ സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ബിഹേവിയറിസ്റ്റുമാണ് തൊണ്ടേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മോഡൽ the teacher use critical thinking and scientific process to help students to gain understanding of a concept? ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഏത് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ, ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ICT മോഡൽ. ഏതായിരിക്കും? എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് മോഡൽ ദ ടീച്ചർ യൂസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് സയൻറ്റിഫിക് പ്രോസസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ കൺസെപ്റ്റ്. അപ്പോൾ ഏതായിരിക്കും? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ കംസ് ഇൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി, ഇൻഡിവിജ്വൽ ഫാമിലി, ദ ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി. ഏതായിരിക്കും? ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. അടുത്തത്, മോഡൽസ് ഓഫ് ടീച്ചിങ് വാസ് ഫസ്റ്റ്ലി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ബൈ ഓസ്ബെൽ ആൻഡ് ബ്രൂസ് ജോയ്സ് സ്കിന്നർ, ബ്രൂസ് ജോയ്സ് ആൻഡ് സ്കിന്നർ, ബ്രൂസ് ജോയ്സ് ആൻഡ് ജോൺ ഡുവേ, ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷ വെൽ. ഇത് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് കരുതുന്നു. ആരാണ്? ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷ വെൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് lesson in models of teaching. Structure of lesson in models of teaching is termed as syntax. Structure of lesson in models of teaching is termed as syntax. Focus, support system, social system, syntaxനെ പറ്റിയൊക്കെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് വീഡിയോ കേൾക്കുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ. ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ വാസ് ക്രിയേറ്റഡ് ബൈ ആരായിരിക്കും? ഇത് നമ്മൾ കേൾക്കാത്തൊരു ടേമാണ്. ഞാൻ പറഞ്ഞുതരാം എന്താണിതെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ടു ടീച്ച് തിങ്കിങ് അബൌട്ട് ആൻഡ് റിസോൾവിങ് സോഷ്യൽ ഇഷ്യൂസ്. അതായത് നിലവിലുള്ള സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് സ്റ്റുഡൻസിന് കുട്ടികൾക്ക് ഒരു അവബോധം നൽകുകയും അവർക്ക് അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനും പ്രതികരിക്കാനുമുള്ളൊരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാമെന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിലവിലിരിക്കുന്ന സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ട്. അപ്പോൾ ആരാണ് ഇതിൻ്റെ? അതാണ് ഈ ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ എന്ന് പറയുന്നത്. ആരാണ്? ഡൊണാൾഡ് ഒലിവർ ആണ്. ഡൊണാൾഡ് ഒലിവർ. ആരാണ്? ഡൊണാൾഡ് ഒലിവർ. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് 3 മോഡൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. നമ്മൾ ആദ്യം പഠിച്ചത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ മാത്രമാണ്. ഇത് പഠിക്കാൻ പോകുന്നത് സ്വിച്ച്മാൻസ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. സ്വിച്ച്മാൻസ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ആരാണ് ഡെവലപ്പ് ചെയ്തത്? സ്വിച്ച്മാൻ ആണ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഡെവലപ്ഡ് ബൈ സ്വിച്ച്മാൻസ്. ഓക്കെ. ഇത് ജസ്റ്റ് ഇതൊന്നും എഴുതിയെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ടീച്ചർ ഒരു പസിലിംഗ് സിറ്റുവേഷൻസ് കുട്ടികൾക്ക് കൊടുക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ ടീച്ചർ എന്ത് പറയണം? ടീച്ചർ യെസ് ഓർ നോ ഇതിനൊരു ഇത് മാത്രം റെസ്പോണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് കുട്ടികൾ ഇവരുടെ പഠനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവർ ചോദ്യം ചോദിക്കുകയും അതിലൂടെ ഉത്തരങ്ങൾ
സ്വയം കണ്ടെത്തുകയും ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ ഇതാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡലിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവസാനം കുട്ടികൾ എന്താക്കും, ഈ പസിൽ എന്ത് ചെയ്യും, പസിൽ സോൾവ് ചെയ്യുകയും അങ്ങനെ ഒരു നിഗമനത്തിൽ കുട്ടികളെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സ്വിച്ച്മാൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ സ്വിച്ച്മാൻ. ഓക്കെ, ഇനി അടുത്തത് ദ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഈസ് എൻ അഡാപ്റ്റേഷൻ ഫ്രം ദ വർക്ക് ഓഫ് ഹിൽഡ ടാബ. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഹിൽഡ ടാബ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഫേസസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ കാറ്റഗറൈസേഷൻ, ഇൻ്റർപ്രറ്റിംഗ് ദ ഡാറ്റ, ആപ്ലിക്കേഷൻ ഓഫ് ജനറലൈസേഷൻ. ഡാറ്റ കാറ്റഗറൈസ് ചെയ്യും, ആ ഡാറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, ലാസ്റ്റിൽ ആ ഡാറ്റേനെ കുറിച്ചുള്ള ഒരു കൺക്ലൂഷൻ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരെ ഡെവലപ്പ് ചെയ്തത്? ഹിൽഡ ടാബ. ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ് ഓർഗനൈസർ മോഡലാണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഡേവിഡ് ഓസ്ബെൽ ആണ്. അതായത് ഒരു ടീച്ചർ ക്ലാസ്സിൽ ലെസൺ എടുക്കുമ്പം, ഒരു പുതിയൊരു ലെസൺ എടുക്കുമ്പം കുട്ടികളെ പ്രീവിയസ് നോളേജുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നൊരു വാക്കാണ് കുട്ടികളിൽ എത്തിക്കേണ്ടത്. അപ്പോൾ കുട്ടികളിൽ പ്രീവിയസ് നോളേജ് അവർക്ക് ഉണ്ട്. അപ്പോൾ ആ പ്രീവിയസ് നോളേജായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോൺസിനെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ്? നമുക്കറിയാം ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അതുപോലെ തന്നെ കുട്ടി പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ദ സോളാർ സിസ്റ്റം. അതുമാതിരിയാണ് ഇലക്ട്രോൺസും റിവോൾവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ ആ ഒരു ആശയം കുട്ടിയിലെത്തി. അതാണ് ഈ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ പറയാനുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ ആവർത്തിച്ച് കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.